നേരത്തെ ഒരു മീറ്റിംഗിന്റെ കാര്യം സൂചിപ്പിച്ചു. എന്തായിരുന്നു അവിടെ? അല്ല, ഇതിൻ്റെ ഇതിനു വേണ്ടിയാണ്, കിട്ടുകയാണെങ്കിൽ എന്തെല്ലാം വേണമെന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ പോയിട്ട് വരുമ്പോൾ തിരിച്ചു വരും പറയാം. ഞാൻ പോയി വന്ന ശേഷം പറയാം. AK അഷ്റഫ് MLA ഇപ്പോൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ജില്ലാ ഭരണകൂടത്തോട് കണ്ടോ? എന്താണ് പുതിയ? നമ്മൾ രാവിലെ ഒരു മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ അർജൻറ്റായിട്ട് അവിടത്തേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഒരു സമയത്തിനകം ഞങ്ങൾ അവിടെ പോയി വിസിറ്റ് ചെയ്ത് ഔദ്യോഗികമായി നിങ്ങൾക്ക് അതിൻ്റെ നിലവിലുള്ളൊരു സ്റ്റാറ്റസ് സതീഷ് MLA യും MP യും ഉണ്ട്, അവർ വിവരിക്കും. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്, സ്പോട്ടിലേക്ക്. ഇപ്പോൾ നമ്മൾ ആ സംഭവ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം കാര്യങ്ങൾ വിശദീകരിക്കാം എന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ഒരുക്കമാണ് നടക്കുന്നത്. ഇപ്പോൾ സതീഷ് സൈൽ MLA കൂടി നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം ലഭിക്കുമോ എന്നത് ഒന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹവും അവിടെ സന്ദർശിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്ന ഒരു നിലപാടിലാണുള്ളത്. നിലവിലിപ്പോൾ കാർവാർ MLA ആണ് സംസാരിച്ചത്. പുതിയൊരു മെഷീൻ കൂടി അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരവരുടെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 6 o'clock, all our district administration officers and all this, they will come and we will give you the updates. Okay? 6 o'clock. Okay. 6 മണിയോടുകൂടി പുതിയ വിവരങ്ങൾ നൽകും എന്ന വിവരമാണിപ്പോൾ കാർവാർ MLA സൂചിപ്പിച്ചത്. അവർ എല്ലാവരും കൂടി നൽകുകയാണ്. 3 പേരും കൂടി ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നു. ആ അപകടം നടന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം തിരിച്ചു വരും. അപ്പോഴവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ കൈമാറാം എന്നാണ് കോഴിക്കോട് MP യും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം MLA യും കാർവാർ MLA യും സൂചിപ്പിച്ചത്. വിവരം ആണ് ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. അപകടം നടന്ന സ്ഥലത്ത് അവിടെ നടക്കുന്ന തെരച്ചിൽ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആണ് നമ്മൾ അവരോട് ചോദിച്ചിരുന്നത്. അവിടെ പോയി സന്ദർശിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ വീണ്ടും കാർവാർ MLA മാധ്യമങ്ങളെ അവിടെ പ്രതികരിക്കുകയാണ്. And we are reconfirming with the drone. Okay. Once it is reconfirmed with drone, we will see that it will be intact. Okay. And we will give the updates. Whatever updates we are getting, we will clearly mention you people. Nothing hiding. Okay. Thank you. Okay, Anna? Yeah, thank you. അവർ തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3.5 കിലോമീറ്റർ ഇപ്പുറത്ത് മാധ്യമപ്രവർത്തകർ തുടർന്നോളൂ ഷെഫിക്. 3.5 കിലോമീറ്റർ ഇപ്പുറത്ത് മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തിയ സ്ഥലത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും അഭ്യർത്ഥിച്ചിരുന്നത് ഇന്നവിടെ നടക്കുന്ന ഐബോർഡ് അത്യാധുനിക നിരീക്ഷണ ഉപകരണത്തിൻ്റെ സിഗ്നലുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന രൂപത്തിലാവും മാധ്യമപ്രവർത്തകരുടെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ലൈവ് സിസ്റ്റവും. അതുകൊണ്ട് ആ ഭാഗത്ത് പ്രവേശിപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ അപകടം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നില്ല. നമുക്ക് അവിടെ നിന്ന് ലഭ്യമാവുന്ന ഏറ്റവും പുതിയ വിവരം ഈ കേന്ദ്രങ്ങളിലൂടെ ഏറ്റവും ഔദ്യോഗികമായി തന്നെയാണ് ലഭിക്കാറുള്ളത്. ഇപ്പോൾ MLA മാരും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ AK അഷ്റഫ് MLA യും MK രാഘവൻ MP യും അതുപോലെ കാർവാർ ഏകോപന ചുമതലയുള്ള ഈ ഡ്രോൺ പരിശോധന എത്ര സമയം പിന്നിട്ടിരിക്കുന്നു? നിർണായക വിവരങ്ങൾ ഈ പരിശോധനയ്ക്ക് എത്ര സമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും? ഇപ്പോൾ ഏറ്റവും നിർണായകമായൊരു ഘട്ടമാണല്ലോ. അതാണ് സൂചിപ്പിച്ചത്. ഈ കാർവാർ MLA യും AK അഷ്റഫും MK രാഘവൻ MP യും അവിടെ പോയി തിരിച്ചു വരുമ്പോൾ അവരിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ വിവരങ്ങൾ ശേഖരിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരം നമ്മളുമായി പങ്കുവെക്കും. ആ കാര്യം അവർ സൂചിപ്പിച്ചു. അവിടെ നടക്കുന്നത് ഈ ഐബോർഡ് നിരീക്ഷണ ഉപകരണം, അത്യാധുനിക സംവിധാനമുള്ള നിരീക്ഷണ ഉപകരണം ഡ്രോൺ മാതൃകയിൽ ആ ഡ്രോൺ അവിടെ പുഴക്ക് മുകളിൽ കൂടി കറങ്ങി അവിടെയുള്ള സിഗ്നലുകൾ ശേഖരിക്കുന്നു. കരയിൽ ഒരുക്കിയിട്ടുള്ള
കൺട്രോൾ റൂമിൽ വെച്ചാണ് അതിൻ്റെ മുഴുവൻ മോണിറ്റർ ഉപയോഗിച്ച് അവിടെ സിഗ്നലുകൾ കാണുന്നു. അത് പരിശോധിച്ചതിന് ശേഷമാണ് ആവശ്യമുള്ള സിഗ്നലുകൾ നേവിക്കും അതോടൊപ്പം തന്നെ കരസേനയ്ക്കും കൈമാറുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെരച്ചിൽ പ്രവർത്തനമാണ് നടക്കുക. 2 മണിക്കൂർ സമയമാണ് ഇത് പ്രവർത്തിപ്പിച്ചാൽ 2 മണിക്കൂർ സമയത്തിനുള്ളിൽ നമുക്ക് സിഗ്നൽ ലഭിക്കും എന്നാണ് ഇന്ദ്രപാൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. നേരത്തെ ഇത് ഇവിടെ എത്തിച്ച് ബാറ്ററി എത്തിച്ച് അതിൽ ഘടിപ്പിച്ച് അസംബിൾ ചെയ്ത് അത് പൂർണ്ണമായും സജ്ജമാക്കിയതിന് ശേഷം അത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. ഏകദേശം 3 മണിയോടുകൂടി 2 മണിക്കൂർ പൂർത്തിയാവും. അപ്പോൾ 2 മണിക്കൂർ പൂർത്തിയായാലാണ് ആദ്യ വിവരങ്ങൾ കൈമാറാൻ കഴിയുക എന്നാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാവുന്ന ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യ സിഗ്നൽ എന്തായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം നമുക്ക് ലഭിക്കുക. അതാണ് ഇപ്പോൾ MLA-മാരടക്കമുള്ള ആളുകൾ മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്, അപകടം നടന്ന സ്ഥലത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. ആദ്യ സിഗ്നൽ സംബന്ധിച്ച കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യും, ഇന്ദ്രപാലുമായി ചർച്ച ചെയ്യും. അതിനുശേഷം 3 മണിയോടുകൂടി കിട്ടുന്ന ആദ്യ വിവരം MLA-മാർ, കാർവാർ MLA അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് നമ്മളുമായി പങ്കുവെക്കും എന്നാണ് സൂചിപ്പിച്ചത്. 2 മണിക്കൂർ സമയം വേണ്ടിവരും എന്ന് ഇന്ദ്രപാൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ആ 2 മണിക്കൂർ ആവാൻ ഇനി അരമണിക്കൂർ കൂടി ബാക്കിയുണ്ട്.